തിരുവനന്തപുരം മാധവവിലാസം സർവീസ് സഹകരണ ബാങ്കിൽ ക്രമക്കേട് എന്ന ആരോപണം. ബാങ്ക് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കുളത്തൂർ CPIM ബ്രാഞ്ച് അംഗമായ കെ ലാൽകുമാർ രാജിവെച്ചു. ബാങ്കിന്റെ ഫയലുകളിലും സോഫ്റ്റ്വെയറിലും CPIM പ്രവർത്തകരായ ജീവനക്കാർ തിരിമറി നടത്തിയെന്നും CPIM കുറ്റക്കാരെ സംരക്ഷിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് രാജി എന്നുമാണ് ലാൽകുമാർ പറയുന്നത്. അനിരു അശോകൻ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അനിരു, എന്താണ് ഈ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ? ഹർഷൻ, സർവീസ് സഹകരണ മേഖലയിൽ 100 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള 50 വർഷത്തോളമായി തിരുവനന്തപുരം ജില്ലയിൽ CPMന്റെ നിയന്ത്രണത്തിലുള്ള മാധവവിലാസം സർവീസ് സഹകരണ ബാങ്കിലെ ജീവനക്കാർക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ബാങ്ക് പ്രസിഡന്റായ ലാൽകുമാർ ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ജീവനക്കാരുടെ ക്രമക്കേടുകളിൽ മാനസികമായി പിന്തുണ നൽകാൻ കഴിയാത്തതുകൊണ്ട് ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് പിന്മാറുന്നു, രാജിവെക്കുന്നു എന്നുള്ളതാണ്. 6 പേജുള്ള രാജിക്കത്താണ് അദ്ദേഹം പാർട്ടിക്കും കൂടാതെ സഹകരണ വകുപ്പിൻ്റെ രജിസ്ട്രാർക്കും കൂടാതെ ഭരണസമിതിക്കും സമർപ്പിച്ചിരിക്കുന്നത്. ഈ രാജിക്കത്തിൽ ഗുരുതരമായ ആരോപണങ്ങളാണ് ലാൽകുമാർ ഉന്നയിക്കുന്നത്. അതിൽ പ്രധാനമായും കാണേണ്ടത് അദ്ദേഹം ഉന്നയിക്കുന്ന ഒരു പ്രധാന ആരോപണമെന്ന് പറയുന്നത് ഈ ധന ഇടപാടുകളുമായി ബന്ധപ്പെട്ട 38 ഫയലുകൾ ബാങ്കിൽ നിന്ന് കാണാതായിരിക്കുന്നു എന്നുള്ളതാണ്. ഈ 38 ഫയലുകൾ കാണാതായത്, എങ്ങനെയാണ് കാണാതായത്, ആരാണ് കൊണ്ടുപോയത് എന്നത് സംബന്ധിച്ച് യാതൊരു വിവരങ്ങളും ഇപ്പോഴും ബാങ്കിന് ലഭ്യമല്ല. അതായത് കഴിഞ്ഞ വർഷം മുൻ സെക്രട്ടറിയായ ലതാ ദേവി ഈ പറയുന്ന 16 ഫയലുകൾ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭരണസമിതിക്ക് ഒരു റിപ്പോർട്ട് കൊടുക്കുകയും ഈ റിപ്പോർട്ടിൻ്റെ ചുവട് പിടിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് 2014 മുതൽ ഇന്ന് വരെ ഈ വർഷം വരെ ഏകദേശം 38 ഫയലുകൾ കാണാതായതായി പറയുന്നത്. ലോൺ ഇടപാടുകൾ സംബന്ധിച്ച ഫയലുകളടക്കം ഇത്തരത്തിൽ ഹാർഡ് കോപ്പികളടക്കം നഷ്ടപ്പെട്ടിട്ടുണ്ട്. മറ്റൊരു ഗുരുതരമായ ആരോപണം രാജിക്കത്തിൽ ലാൽകുമാർ ഉന്നയിക്കുന്നത് മുൻ സെക്രട്ടറിയുടെ കാലത്ത് സർക്കാരിൻ്റെയോ ഭരണസമിതിയുടെ അനുമതിയില്ലാതെ യാതൊരു രേഖകളുമില്ലാതെ 22 ലോണുകൾ പലിശയോ ഈടാക്കാതെ ക്ലോസ് ചെയ്തു എന്നുള്ളതാണ്. ഇത്തരത്തിൽ ലക്ഷങ്ങളുടെ ഒരു നഷ്ടം സ്ഥാപനത്തിനുണ്ടായി എന്നുള്ള ഒരു വിവരമാണ് ആ കത്തിൽ ഉന്നയിച്ചിരിക്കുന്നത്. മറ്റൊരു ആരോപണമെന്ന് പറയുന്നത് ഇപ്പോൾ ബാങ്കിൻ്റെ ഇൻചാർജായിരിക്കുന്ന സെക്രട്ടറിക്കെതിരെയാണ്. അതായത് അദ്ദേഹം പറയുന്നത് ഈ ലോൺ അടവിലടക്കം തിരിമറി നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു ഇടപാടുകാരൻ നൽകിയ കാശ് മറ്റൊരു ഇടപാടുകാരൻ്റെ അക്കൗണ്ടിലേക്ക് അടക്കുകയും ഈ തിരിമറി കണ്ടുപിടിച്ച ശേഷം ഇപ്പോൾ ബാങ്കിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന രജനി എന്ന് പറയുന്ന ഉദ്യോഗസ്ഥ അത് ഹെഡ് ഓഫീസിൽ അറിയിക്കുന്നതിന് പകരം സർവീസ് ചട്ടങ്ങൾ മറികടന്നുകൊണ്ട് സ്വന്തം നിലയിൽ ഈ സോഫ്റ്റ്വെയർ തിരിമറി നടത്തി എന്നുള്ള ഒരു ആരോപണമാണ്. എന്നാൽ ഇപ്പോൾ ഈ രാജിയിലേക്ക് ലാൽകുമാറിനെ എത്തിച്ചിരിക്കുന്നത് കഴക്കൂട്ടം ഏരിയ കമ്മിറ്റി അംഗമായ സനലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ നടപടികളാണ്. ബാങ്കിൻ്റെ ലോഗ് ബുക്ക് 10 വർഷമായി ബാങ്കിൽ ഇല്ല എന്നുള്ളതാണ് ഓഡിറ്റ് റിപ്പോർട്ട് കണ്ടെത്തിയത്. ഇതിൻ്റെ ഭാഗമായി ഈ വർഷം കൃത്യമായി ലോഗ് ബുക്ക് പാലിക്കണമെന്ന് പറയുന്നു. കാരണം പെട്രോൾ ഇനത്തിൽ ലക്ഷങ്ങളാണ് ബാങ്കിൽ നിന്ന് യാതൊരു രേഖകളുമില്ലാതെ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ വർഷം ജനുവരി മുതൽ കൃത്യമായി ലോഗ് ബുക്ക് പാലിക്കണമെന്ന് ഡ്രൈവറായ സനലിനോട് പറഞ്ഞെങ്കിലും ഇത് അദ്ദേഹം കേട്ടില്ല. തന്നെ തെറി വിളിച്ചു, തന്നെ ദേഹോപദ്രവം ഏൽപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്ന് ലാൽകുമാർ രാജിക്കത്തിൽ പറയുന്നു. ഇതിനെതിരെ കഴക്കൂട്ടം MLA ആയ കടകംപള്ളി സുരേന്ദ്രനും ജില്ലാ സെക്രട്ടറിയായിരുന്ന ഈ ക്രമക്കേടിന്റെ വലിപ്പം എത്രയുണ്ട് എന്നാണ് രാജിവെച്ച പ്രസിഡന്റ് പറയുന്നത്. അതിലൊരു തുകയുടെ ഒരു കണക്ക് പറയുന്നുണ്ടോ? എന്താണ് അതിന്റെ വിശദാംശം? ഈ പറയുന്ന ഒരു എത്രയാണ് എന്നുള്ള കണക്കുകൾ ഈ രാജിക്കത്തിൽ വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ 38 ഫയലുകൾ കാണാതായി എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല. 2014 മുതൽ ഇത്തരത്തിൽ ഫയലുകൾ കാണാതായിട്ടുണ്ട്. ഇതിൽ പലതും CPMന്റെ നേതാക്കളടക്കം ഈ ബാങ്കിൽ നിന്നെടുത്ത ലോണുകളുടെ സംബന്ധിച്ചാണ്. പ്രവർത്തകരടക്കം ഈ ബാങ്കിൽ നിന്ന് എടുത്ത ലോണുകളുടെ കണക്ക് വിവരങ്ങൾ ഈ ഫയലുകളിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. കൂടാതെ ഈ പറയുന്ന 22 ലോണുകൾ സർക്കാരിൻ്റെ യാതൊരു സ്കീമുമില്ലാതെ ഭരണസമിതിയുടെ ഇല്ലാതെ സെക്രട്ടറി നേരിട്ട് 22 ലോണുകൾ ക്ലോസ് ചെയ്യും എന്ന് പറയുമ്പോൾ അതിൻ്റെ നഷ്ടം ഭീകരമാണ്. കൂടാതെ ഈ പറയുന്ന ഇത് സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം വേണം. ഈ ലാൽകുമാറിൻ്റെ രാജിക്കത്തിൽ പറയുന്നത് ഇനി ഒരു അന്വേഷണം നടന്നാൽ ഭരണസമിതിക്കൊപ്പം സെക്രട്ടറിക്കൊപ്പം താനും കൂടി പ്രതിയാകും എന്നതുകൊണ്ട് അതിൻ്റെ ഉത്തരവാദിത്തം തനിക്ക് വഹിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ രാജി. നേരത്തെ ഇത്തരത്തിലൊരു നടപടി 2014 മുതലുള്ളവ കാണുന്നില്ല എന്നുള്ളതാണ് ഈ ബാങ്കിൻ്റെ പ്രസിഡൻ്റായിരുന്നയാൾ രാജിവെച്ചുകൊണ്ട് ആരോപണമായി ഉന്നയിക്കുന്നത്. ഇക്കാര്യത്തിൽ അന്വേഷണം വേണമെന്നുള്ള ആവശ്യമുയർന്നിരിക്കുന്നു. മറ്റൊരു സഹകരണ ബാങ്ക് കൂടി ഈ മട്ടിൽ ക്രമക്കേട് എന്നുള്ള ആരോപണത്തിലേക്ക് പോയിരിക്കുന്നതിൻ്റെ ഭരണസമിതിയുടെ അധ്യക്ഷൻ തന്നെയാണ് ആരോപണം ഉന്നയിക്കുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്.